മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആത്മീയ നിയമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആത്മീയ നിയമാവലിയിലെ ഏകദേശം 15 ഐറ്റത്തോളം ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഈ ആത്മീയ നിയമാവലി എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവവചനപ്രകാരമാണ്. എന്നാൽ അതിലെ ചില മിസ്റ്ററീസ് ആയിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത്. കാരണം ദൈവവചനത്തിൽ അങ്ങനൊരു കാര്യം കാണത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? ദൈവം നമ്മളെ ഏറ്റവും ഉന്നതരാക്കി നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. നമ്മളെപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കണം, നമ്മളെപ്പോഴും അവകാശത്തിൽ നിൽക്കണം, നമ്മൾ എപ്പോഴും പ്രവേശനം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടാവണം, നമ്മുടെ താലന്തുകൾ ദൈവസന്നിധിയിൽ യൂസ് ചെയ്യപ്പെടണം, വിശ്വാസത്തിൽ ജീവിക്കണം, വിശ്വാസത്തിൽ കാര്യങ്ങളെ ഏറ്റെടുക്കണം, ആത്മീയവർദ്ധനയുടെ അനുഭവത്തിൽ ജീവിക്കണം, ദൈവവുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിൽ ജീവിക്കണം, പൈശാചികതയെ നമ്മൾ ജയിക്കണം, ദൈവത്തിൻ്റെ ഡെസ്റ്റിനിയിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നമ്മൾ എത്തിച്ചേരണം. ഇതെല്ലാം ആഗ്രഹിച്ചുകൊണ്ടാണ് ദൈവം ആത്മീയ നിയമങ്ങൾ തന്നിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ദൈവം വെളിച്ചമാണ്. വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, വെളിച്ചം ആണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനം നമ്മുടെ ജീവനാണ്. നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുള്ള ജീവൻ ഉണ്ടാകുവാനും ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നിരിക്കുന്നു. അത് നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില മിസ്റ്ററീസ്, ചില മർമ്മങ്ങളാണ് ആത്മീയ നിയമാവലിയിൽ പറഞ്ഞത്. ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ആത്മീയ നിയമാവലി അല്ലെങ്കിൽ ആത്മീയ പെരുമാറ്റച്ചട്ടം, സ്പിരിച്വൽ പ്രോട്ടോക്കോള് വയലേറ്റ് ചെയ്താൽ ഉള്ള ഭവിഷ്യത്തിനെക്കുറിച്ച്, അത് വയലേറ്റ് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ അടുത്ത 2 എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കറിയാം, ദൈവം നേരത്തെ പറഞ്ഞ പോലെ ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തു, ദൈവത്തിൻ്റെ ഓൺ ജനമായിട്ട് തിരഞ്ഞെടുത്ത് അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള പല പ്രോമിസുകൾ കൊടുത്തവരെ തിരഞ്ഞെടുത്ത് ജാതികളുടെ മധ്യത്തിലാക്കി വെച്ചു. എന്തിനാ പർപ്പസ് ആക്കി വെച്ചതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മഹത്വം ഈ ജനങ്ങൾ കൂടി ജാതികളിലേക്ക് വരികയും ജാതികൾ ദൈവത്തെ അറിയുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇസ്രായേൽ മക്കളെ തിരഞ്ഞെടുത്ത ഒരു വലിയ പർപ്പസ് അതാണ്. അതിനുവേണ്ടിയാണ് അവരെ ഹാൻഡ് പിക്ക് ചെയ്ത്. അത് ബൈബിളിൽ പല ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല, അവർ തെറ്റിപ്പോയെങ്കിൽ കൂടിയും അവരെ വീണ്ടെടുക്കാൻ കർത്താവിനെ കൊണ്ടുവന്നു. കർത്താവിനെ അവർ അക്സെപ്റ്റ് ചെയ്ത് അവരെ ക്രൂശിച്ചു. അതിൽ കൂടി പാപികൾക്കും കംപ്ലീറ്റ് എല്ലാ ജനങ്ങൾക്കും ദൈവത്തിൽ നിന്നുള്ള വിടുതൽ വന്നു. ഇപ്പോഴും നമ്മളെയും ഇതുപോലെ യേശുവിൻ്റെ രക്തത്താലെ വീണ്ടെടുത്ത് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴേ നമുക്കും ഈ സ്പിരിച്വൽ പ്രോട്ടോക്കോള്, അബ്രഹാമിൽ കൂടി നമുക്ക് വന്നിരിക്കുന്ന ഈ സ്പിരിച്വൽ പ്രോട്ടോക്കോളുകൾ എന്ന് വെച്ചാൽ പെരുമാറ്റച്ചട്ടം, ആത്മീയ നിയമാവലി നമുക്കും ബാധകമാണ്. എന്നാൽ ഈ ആത്മീയ നിയമാവലി അനുസരിച്ച് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കും? വയലേഷൻ ഓഫ് സ്പിരിച്വൽ പ്രോട്ടോക്കോൾ ഈസ് ഇൻവിറ്റേഷൻ ടു ലിമിറ്റേഷൻ. എന്ന് വെച്ചാൽ ഈ ആത്മീയ നിയമങ്ങൾ, പെരുമാറ്റച്ചട്ടം നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ, അത് അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് പരിമിതികളിലേക്ക് നമ്മൾ കടത്തപ്പെടും. പരിമിതി. കാരണം ഇത് നമുക്ക് മാത്രമല്ല, ഇത് പിശാചിനും ബാധകമാണ്. യേശുക്രിസ്തുവിനെ പരീക്ഷിച്ച് കഴിഞ്ഞപ്പോഴും പറഞ്ഞ സാത്താൻ ബൈബിൾ കോട്ട് ചെയ്ത് പറഞ്ഞ കാര്യമൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇതെല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് ആത്മീയ നിയമങ്ങൾ തെറ്റിച്ചാൽ നിങ്ങളുടെ ആത്മീയ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആത്മീയ അനുഗ്രഹങ്ങൾ ഞെരുങ്ങപ്പെടും. ആത്മീയ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആത്മീയ അനുഗ്രഹങ്ങൾ ഞെരുങ്ങപ്പെടും. അപ്പോസ്തല പ്രവൃത്തി 13:1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഈ വാക്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. 1 മുതൽ 3 വരെ, അപ്പോസ്തല പ്രവൃത്തി 13:1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ, ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇവിടെ പ്രവാചകന്മാരുണ്ടായിരുന്നു, ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു. അവർ എന്ത് ചെയ്തു? അവർ ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. ഇന്ന് സഭയിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ ഈ തലമുറ ഈ സ്പിരിച്വൽ പ്രോട്ടോക്കോൾ അനുസരിക്കാത്തതുകൊണ്ട് തന്നെയാണ്. ഇന്ന് സഭകൾ പരിശുദ്ധാത്മാവിൻ്റെ ഇമ്പാർട്ടേഷൻ നടക്കുന്നില്ല. കാരണം ആരൊക്കെയോ വന്നൊരു സെർമൺ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് പോകുന്നതല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം വ്യക്തമായി നടക്കുന്നില്ല. കുരുടനെ വഴി കാണിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ്. റോമർക്കെഴുതിയ 1:11 പൗലോസ് പറയാണ്, ഐ ലോങ് ടു സീ യു ടു ഇമ്പാർട്ട് സം സ്പിരിച്വൽ ഗിഫ്റ്റ്.
ഞാൻ നിങ്ങളെ കാണാനായിട്ട് അതിയായിട്ട് ആഗ്രഹിക്കുന്നു. എന്തിനാണ്? ചില ആത്മീയ വരങ്ങൾ നിങ്ങൾക്ക് തരാൻ. അതെങ്ങനെയാണ്? ലേയിങ് ഹാൻഡ്സ് ഓൺ അതേഴ്സ്, മറ്റുള്ളവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ചില ആത്മീയ വരങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. അത് ഇന്ന് സഭകളിൽ നടക്കുന്നില്ല. നോട്ട് ഹാപ്പനിങ് ഇൻ ചർച്ചസ്. ആദിമസഭയിൽ അത് നടന്നിരുന്നു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആ സമയത്ത് അത് ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ ഇന്നിത് സഭയിൽ നടക്കുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, വി ആർ ലിമിറ്റഡ്. നമ്മൾ പരിമിതപ്പെട്ടു. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ആത്മീയ മണ്ഡലത്തിലെ പെരുമാറ്റച്ചട്ടത്തിൽ നിന്ന് നിയമാവലി അനുസരിക്കാതെ വന്നുകൊണ്ടാണ്. അബ്രഹാമിൻ്റെ സമയത്ത് ദൈവം സോദോമിനെയും ഗോമറയും നശിപ്പിക്കാൻ തീരുമാനിച്ചു. നമുക്കറിയാം, ആ ഹിസ്റ്ററി അറിയാം. എന്നാൽ ദൈവം ലോത്തിനോടല്ല സംസാരിച്ചത്, അബ്രഹാമിനോടായിരുന്നു. കാരണം ദൈവം ആത്മീയ നിയമം ലംഘിക്കുവാൻ ആഗ്രഹിച്ചില്ല. ദൈവം അബ്രഹാമുമായിട്ടായിരുന്നു ഉടമ്പടി. അതിനാൽ അബ്രഹാമിനോട് സംസാരിച്ചു. സഭയിലൊരു പ്രവാചകനുണ്ടെങ്കിൽ പ്രവാചകൻ്റെ നന്മയല്ല ദൈവം നോക്കുന്നത്, പിന്നെയോ പ്രവാചകനിലൂടെ പ്രവചന ദൂതാണ് പ്രാധാന്യം. അപ്പോസ്തലപ്രവൃത്തി 23:5 പൗലോസ് അനന്യാസ് മഹാപുരോഹിതനാണെന്നറിയാതെ ശകാരിക്കുന്നതിന് ക്ഷമ ചോദിക്കുന്ന കാര്യം. 23:5 അതിന് പൗലോസ്, സഹോദരന്മാരെ, മഹാപുരോഹിതനെന്ന് ഞാൻ അറിഞ്ഞില്ല, നിന്റെ ജനത്തിൻ്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഈ അനന്യാസ് പുരോഹിത അഭിഷേകമുള്ള ആളാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ക്ഷമ ചോദിക്കുകയാണ്. പൗലോസ് ഇവിടെ അവൻ്റെ അഭിഷേകത്തെ ബഹുമാനിക്കുന്നു. ഇതൊരു സ്പിരിച്വൽ പ്രോട്ടോക്കോളാണ്. നിൻ്റെ വിളി എന്തായാലും ആ അഭിഷേകത്തെ ഞാൻ ബഹുമാനിക്കുന്നില്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ തന്നെ ഇല്ലാതാവുമെന്ന് പൗലോസിന് അറിയാമായിരുന്നു. അനുസരണക്കേടാണ് ലിമിറ്റേഷൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രോഗ്രസ് ആയി വരണമെങ്കിൽ നമ്മൾ അനുസരണം കാണിക്കണം എന്നുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട്. സാഹചര്യമല്ല അനുസരണം ഉണ്ടാക്കുന്നത്. അനുസരിച്ചാൽ സാഹചര്യം മാറും. കണ്ടീഷൻസ് ഡസ് നോട്ട് ഒബേ, ബട്ട് ഇറ്റ് ഈസ് ഒബീഡിയൻസ് ദാറ്റ് കണ്ടീഷൻസ്. കണ്ടീഷൻസ് ഡസ് നോട്ട് ഒബേ. സാഹചര്യങ്ങൾ അനുസരിക്കത്തില്ല, എന്നാൽ അനുസരിക്കുമ്പോൾ സാഹചര്യം മാറും. മനസ്സിലായല്ലോ പറഞ്ഞേ? സാഹചര്യങ്ങൾ അനുസരിക്കത്തില്ല, പക്ഷെ അനുസരിക്കുമ്പോൾ സാഹചര്യം മാറും. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നത് സാഹചര്യം അനുസരിച്ചല്ല. അങ്ങനെ സാഹചര്യം അനുസരിച്ച് ദൈവത്തെ അനുസരിച്ചാൽ അത് അനുസരണമല്ല. നിങ്ങളുടെ അനുസരണമാണ് സാഹചര്യങ്ങളെ മാറ്റേണ്ടത്. അതാണ് സ്പിരിച്വൽ പ്രോട്ടോക്കോളിൽ വരുന്നൊരു കാര്യമാണത്. ആത്മീയ മണ്ഡലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഭൗതിക മണ്ഡലത്തിലും ആ വ്യത്യാസം വരും. 2 രാജാക്കന്മാർ 4 ഒരു സ്ത്രീ ഏലിയാവിനെ കാണാൻ ചെന്നു. അവൾ കടത്തിലാണ്, ഭർത്താവ് മരിച്ചു. കടക്കാർ അവളുടെ മക്കളെ പിടിച്ച് അടിമകളാക്കാൻ പോകും. അവർ ഏലിയാവിൻ്റെ അരിക്കൽ ചെന്നിട്ട്, പ്രവാചകൻ ഈ സ്ത്രീയുടെ ഭർത്താവിനെ അറിയാം, കാരണം ഭർത്താവ് പ്രവാചകന്മാരുടെ ശിഷ്യനായിരുന്നു. അതുകൊണ്ടാണ് യുവർ സെർവൻറ്റ് ഈസ് ഡൈഡ്, നിൻ്റെ ദാസൻ മരിച്ചു. ഭർത്താവ് ഇതേ പ്രവാചകൻ്റെ ശിഷ്യനായിരുന്നു. അവൻ്റെ ഭാര്യ ഇതേ പ്രവാചകൻ്റെ അരികിൽ ഉത്തരത്തിനായി പോകുന്നു. ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഈ പ്രോഫറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ കടത്തിന് ഒരു ഉത്തരം വന്നില്ല. പറയുന്നത് ശ്രദ്ധിക്കണം. ഈ ഭർത്താവ് പ്രവാചക ശിഷ്യനായിരുന്നു. അദ്ദേഹം ഏലിയാവിൻ്റെ കീഴിലായിരുന്നു. ഈ പ്രോഫറ്റ് അന്ന് ഉണ്ടായിരുന്നു. അന്ന് കടമുണ്ടായിരുന്നു. കടത്തിനൊരു കുറവും വന്നില്ല. എന്നാൽ ഇപ്പോൾ കണ്ടീഷനിൽ അതിലും പരിതാപകരമാണ്. എന്താണ് പരിതാപകരം എന്ന് പറഞ്ഞാൽ? കടം കൂടി, അയാൾ മരിച്ചു, പിള്ളേരെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ആ കടക്കാർ വന്നിരിക്കുകയാണ്. അവളെ സാഹചര്യം നോക്കുന്നില്ല. പിന്നെയോ ഷീ ഈസ് ലുക്കിംഗ് ടു ദ പ്രോഫറ്റ്. ഈ സാഹചര്യം എന്തോ എന്നുള്ളത് അവൾ നോക്കുന്നില്ല, അവൾ പ്രവാചകനെ നോക്കുകയാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ. നിങ്ങൾ ആത്മീയ നിയമങ്ങൾ തെറ്റിക്കാതിരുന്നാൽ നിങ്ങൾ ഞെരുങ്ങുകയില്ല. സോ വയലേഷൻ ഓഫ് സ്പിരിച്വൽ പ്രോട്ടോകോൾ
ഓപ്പൺസ് എ ഡോർ ഫോർ ലിമിറ്റേഷൻ. നിങ്ങളെ ഞെരുക്കത്തിലേക്ക് നടത്തുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഈ പ്രവചനം കിട്ടിയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ മേഖലയെ തുറന്ന് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. പ്രവാചകൻ്റെ കയ്യിൽ പണമൊന്നും കൊടുക്കാനില്ല. അവൻ്റെ കയ്യിൽ എന്താ? ഒന്നുമില്ല. പ്രവാചകൻ്റെ കയ്യിൽ പണമുണ്ടോ? ഇല്ല. പ്രവാചകൻ ചോദിച്ചത് എന്തോ, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? പ്രവാചകൻ പറഞ്ഞ എന്താ? ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അതിന് വീണ്ടും പ്രവാചകൻ പറയും, ഗോ ആൻഡ് ബോറോ, നീ പോയി കടം വാങ്ങ്. നിങ്ങളോ ഞാനോ ആണെങ്കിൽ പ്രവാചകന് ഓൾറെഡി ധാരാളം കടമുണ്ട്. വീണ്ടും പോയി പാത്രം പോയി കടം വാങ്ങണോ? വേറെ എന്തെങ്കിലും എളുപ്പമുള്ള മാർഗം പറഞ്ഞു തന്നാൽ പോരെ എന്ന് ചോദിക്കും. ബോറോയിങ് ഈസ് നോട്ട് ദ സീൻ. ഇഗ്നോർ യുവർ കണ്ടീഷൻ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മാനുഷികമായി നോക്കിയാൽ വീണ്ടും പോയി കടം വാങ്ങാൻ പറയുകയാണ്. ഞാൻ എന്നോട് കേട്ടോണ്ടിരിക്കുന്നവരോട് അങ്ങനെ നിങ്ങളൊരു കടത്തിലാണ് ജീവിക്കുന്നത്, വീണ്ടും പോയി കടം വാങ്ങാൻ പറയാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചത് ചെയ്യരുത്. ഇവിടെ ഈ ബൈബിളിലെ ഈ ഏലിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇഗ്നോർ യുവർ കണ്ടീഷൻ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ. പല സമയത്തും ആളുകൾ ദൈവത്തെ മിസ് ചെയ്യുന്നു. കാരണം അവരെ നിയന്ത്രിക്കുന്നത് യുക്തിയാണ്. ദ വോയിസ് ഓഫ് റീസണിങ്. ഇന്ന് പലരും ആ റീസണിങ്ങിൻ്റെ കീഴിലാണ്. കാരണം എന്താണ്? പല കാര്യങ്ങളും അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. ശാസ്ത്രത്തിൽ നിന്ന് കുറേ പഠിച്ചു വെച്ചിട്ടുണ്ട്, മെഡിക്കൽ സയൻസിൽ നിന്ന് കുറേ പഠിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം അവരുടെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊരു ബ്ലോക്കാണ്. ആ യുക്തി റീസൺ ചെയ്തിട്ടേ വിശ്വസിക്കുകയുള്ളൂ, പല കാര്യങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. എന്നാൽ ദൈവം അവരുടെ ജീവിതത്തിൽ ചില സീസണിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അവർ മിസ് ചെയ്യുന്നു. കാരണം യുക്തിപൂർവമായി ചിന്തിക്കുകയാണെങ്കിൽ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ ദൈവം നിങ്ങളോട് ഒന്നും ചെയ്യാൻ പറയില്ല. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ. യുക്തിപൂർണമായി ചിന്തിക്കുന്നതിനാൽ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ ദൈവം നിങ്ങളോടൊന്നും ചെയ്യാൻ പറയുകയില്ല. എന്ന് പറയാൻ നിങ്ങൾ യുക്തിപൂർണമായിട്ടാണ് ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് സാഹചര്യമൊക്കെ അനുകൂലമാണ്, പക്ഷെ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കും. യേശു ക്രൂശിലേക്ക് പോയത് സാഹചര്യങ്ങൾ അവൻ അനുകൂലമായപ്പോഴല്ല. അതിനാൽ അവൻ പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. അതിനാൽ ഈ യുക്തിസഹജമായി ചിന്തകൾ നിങ്ങൾ ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. ഈ പ്രവാചകൻ വന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ പദ്ധതി അറിയിച്ചാൽ നിങ്ങളുടെ സാഹചര്യം ഏതായാലും അതനുസരിക്കണം. യു ആർ വയലേറ്റിംഗ് ദ സ്പിരിച്വൽ പ്രോട്ടോകോൾ ബൈ ലിസണിങ് ടു ദ കണ്ടീഷൻ. നിങ്ങൾക്ക് ചിലപ്പോൾ അത് നീതീകരിക്കാൻ പറ്റിയേക്കാം. എന്നാൽ ആത്മീയ നിയമത്തിൻ്റെ ലംഘനമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ ആത്മീയ നിയമത്തിൽ ഇപ്പം ഈ പ്രൊഫസി എന്ന് പറഞ്ഞാൽ പോലും ഒരുപാട് ടൈപ്പ് പ്രൊഫസീസ് ഉണ്ട്, ഒരുപാട് ടൈപ്പ് പ്രൊഫറ്റുകളുണ്ട്. പ്രൊഫറ്റ് ഒന്നാണ്. നമ്മൾ ഒരിക്കലും പ്രൊഫറ്റിനെ നോക്കരുത്, പ്രൊഫസിയെ നോക്കണം. പ്രൊഫസി ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണോ അതോ കള്ളപ്രവാചകന്മാരുണ്ട് അതുകൊണ്ട് അങ്ങനെയാണോ എന്ന് നമ്മൾ ഡിസേൺ ചെയ്യണം. ഏലിയാവിൻ്റെ ആത്മാവിലുള്ള പ്രവാചകനായിരുന്നു. എന്നാൽ ഏലിയയും ഏലിശയും രണ്ടാണ്, പക്ഷേ ആത്മാവ് ഒന്നാണ്. ഏലിയാവും ഏലിശയും രണ്ടാണ്, ആത്മാവ് ഒന്നാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് വരുന്ന പ്രൊഫസിയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. ശൗല് പ്രവചനമല്ല അന്വേഷിച്ചത്, അവൻ്റെ ഭാവിയായിരുന്നു അന്വേഷിച്ചത്. അതിനാൽ എന്തു പറ്റി? അവൻ പ്രശ്നം വെക്കുന്നവരിടയിൽ വിച്ച് ഡോക്ടേഴ്സിൻ്റെ അരികെ പോയി. പ്രോഫറ്റ്, പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ്. ഒരു പ്രവാചകൻ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച ഒരു പ്രവാചകൻ ഇസ്രായേലിനെ സൂക്ഷിച്ചു. ഒരു പ്രവാചകനാൽ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. ഒരു പ്രവാചകനാൽ ഇസ്രായേലിനെ സൂക്ഷിച്ചു. ഇതെല്ലാം ബൈബിളിലുള്ളതാണ്. യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. ഹോശേയ 12:13 ഹോശേയ 12:13 യഹോവ ഒരു പ്രവാചകൻ മുഖാന്തരം ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു പ്രവാചകനാൽ അവൻ പാലിക്കപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് ചില ആളുകളോട് നിങ്ങൾ എങ്ങനെ ധനികരായി തീർന്നു എന്ന് ചോദിച്ചാൽ അവർ പറയും, ചില നിയമങ്ങൾ അവർ അനുസരിച്ചതിനാൽ,
അനുസരണം അവരുടെ ലെവൽ മാറ്റി. ചില ആളുകൾ രോഗങ്ങളാണ്, ഏതെങ്കിലും രോഗങ്ങളാൽ, എസ്പെഷ്യലി സെക്ച്വൽ ഡിസീസുകളോട് ഉള്ളവരോട് ചോദിച്ചാൽ അവർ ചില പാപങ്ങൾക്ക് കീഴ്പ്പെട്ടു, അവർ അതനുസരിച്ചു, അതുകൊണ്ട് അവർ ആ രീതിയിലായി എന്ന് പറയും. രണ്ട് എക്സ്ട്രീമാണ് പറയുന്നത്. ഒന്ന് അനുഗ്രഹം, ഒന്ന് ശാപം. ഇങ്ങനെ ഒരാളെ കണ്ടാൽ അവരുടെ ജീവിതത്തിൽ ചില ഡിസിപ്ലിൻ, അച്ചടക്കം കാണിച്ചതിനാൽ രീതിയിലായി തീർന്നു എന്ന് പറയാം. നോട്ട് ദ സർക്കംസ്റ്റൻസസ് ഓർ കണ്ടീഷൻസ്, നോട്ട് ബൈ ലക്ക്. നിങ്ങൾ ദൈവത്തെ അനുസരിക്കുകയാണെങ്കിൽ ഈ സീസണിൽ ദൈവം ഒരു ദൈവദാസനുമായി നിങ്ങളെ അടുപ്പിക്കും. വെദർ എ ടീച്ചർ ഓർ പ്രോഫറ്റ്. പലപ്പോഴും നമുക്ക് അങ്ങനൊരു ചിന്തയില്ല. ചില സമയങ്ങളിൽ ഏതെങ്കിലും ഒരു ദൈവദാസൻ ഈ ഒരു സീസണിൽ നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരെ അടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതങ്ങളിലെ ഒരു ന്യൂ ബിഗിനിങ് തുടങ്ങാൻ വേണ്ടിയാണ് നമ്മൾ മറന്നുപോയത്. സഭയിൽ പഠിപ്പിക്കുന്നതൊക്കെ തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കുക. യേശുവിനെ അത്ഭുതമായി എപ്പോഴും ലിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. യു കനോട്ട് സെപ്പറേറ്റ് ജീസസ് ആൻഡ് മിറക്കിൾ. ഒരിക്കലും യേശുവിനെ അത്ഭുതങ്ങളിൽ നിന്ന് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും പറയും യേശു ഈ ലോകത്തിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനാ, തീർന്നു. അങ്ങനെയല്ല. അവൻ്റെ മരണം തന്നെ ഒരു അത്ഭുതമായിരുന്നു, അവൻ്റെ പുനരുത്ഥാനം ഒരു അത്ഭുതമായിരുന്നു, അവൻ്റെ സ്വർഗാരോഹണം ഒരു അത്ഭുതമായിരുന്നു, അവൻ്റെ മടങ്ങിവരവും ഒരു അത്ഭുതമായിരിക്കും. ദൈവ അഭിഷേകം ഏറ്റ ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. അവന് പ്രയാസം വന്നപ്പോൾ അവൻ ശമൂവേലിനെ അന്വേഷിച്ചു. ശമൂവേൽ മരിച്ചതിന് ശേഷം അവൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. അതിനു മുമ്പ് നാഥാൻ എന്നൊരു പ്രവാചകനുണ്ട്. നാഥാൻ നേരിട്ട് അവനെ വഴക്ക് പറഞ്ഞു. അതാണ് സ്പിരിച്വൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 9 ശൗൽ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു ശക്തമായ പ്രകാശം അവൻ്റെ മുഖത്തടിച്ചിട്ട് ദമാസ്കസിലേക്ക് പോകുമ്പോഴുള്ള സംഭവമാണ്. യേശു പറഞ്ഞു, അപ്പോഴവനോട് പറയാണ്, നീ എൻ്റെ സഭയെ ഉപദ്രവിക്കുന്ന എന്തിന്? അവൻ്റെ കാഴ്ച പോയി. 3 ദിവസത്തേക്ക് അനന്യാസിനെ 3 ദിവസത്തേക്ക് അവനെ അവിടെ പാർത്തു. അനന്യാസിനെ ദൈവം വിളിച്ചു. അവൻ അന്യാസിനോട് പറഞ്ഞു, അപ്പോൾ പൗലോസിനെ പോയി കണ്ട് അവനെ പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ദൈവം പോള് കേൾക്കാത്ത ഒരു അനന്യാസിനെയാണ് റിലീസ് ചെയ്യുന്നത്. അനന്യാസ് പൗലോസിനെ കുറിച്ച് അറിയാം, എന്താണ് ശൗലിനെ കുറിച്ച് അറിയാം, ശൗല് സഭയെ ഉപദ്രവിക്കുന്നതാണ്. ദൈവം അനന്യാസിനോട് പറഞ്ഞു പോയി പ്രാർത്ഥിക്കണമെന്ന്. ആദ്യം എന്തോ അനന്യാസ് പറഞ്ഞു, അനന്യാസ് അത് റിഫ്യൂസ് ചെയ്യാണ്. ആ മനുഷ്യനൊരു കൊലപാതകനാണ്. ദൈവം പറയുന്നു, നോ 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 നോ, നീ പോവുക, അവനെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നീ പോവുക, ഒബേ, അനുസരിക്കുക. അതാണ് സ്പിരിച്വൽ പ്രോട്ടോകോൾ. ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. യാഗങ്ങളെക്കാളും നല്ലത് അനുസരണമാണ്. ദൈവം ചില കാര്യങ്ങൾ നിങ്ങളോട് പറയും. ചില സാഹചര്യങ്ങൾ ശരിയാവാത്തതിനാൽ നിങ്ങൾ വേറെ വഴി തിരഞ്ഞെടുക്കും. ധാരാളം ആളുകൾ വർഷങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നു. ദൈവം പറയാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം പറഞ്ഞ കാര്യം ഉപേക്ഷിക്കുന്നു. ദൈവം വ്യക്തികളെക്കാളും ഉപരി അവരുടെ പൊസിഷൻ മാനിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. അതുപോലെ പിതാവ് എന്ന് പറയുന്നതൊക്കെ ഒരു പൊസിഷനാണ്, അതൊരു പേരല്ല. യാക്കോബിനെ ഇസ്രായേലാക്കി, അതൊരു ടൈറ്റിലാണ്. അബ്രഹാമിലൊരു പ്രവാചകനുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവാചക ദൗത്യം അബ്രഹാമിനുണ്ടായിരുന്നുവെന്ന് കഴിഞ്ഞ 2 എപ്പിസോഡിന് മുമ്പ് ഞാൻ പറഞ്ഞു. നോഹയെ സംബന്ധിച്ച് നോഹ പിതാവ് എന്നുള്ളൊരു ടൈറ്റിൽ. നോഹ തുണിയില്ലാതെ കിടന്നപ്പോൾ അവൻ്റെ മകൻ കണ്ടു ചിരിച്ചു, അവൻ ശാപഗ്രസ്തനായി. ഇവിടെ നോഹയല്ല വിഷയം, അവൻ്റെ പിതാവാണ്, അവൻ്റെ പൊസിഷനാണ്. ഇന്ന് ദൈവം പറയുന്ന അനുസരിക്കാതെ നിങ്ങൾ ഡീവിയേറ്റ് ചെയ്ത് നിങ്ങളെ കണ്ടീഷൻ അനുസരിച്ച് പോയി, അതുപോലെ വോയിസ് ഓഫ് റീസണിങ് അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ആ സ്പിരിച്വൽ പ്രോട്ടോകോൾ വയലേറ്റ് ചെയ്യാണ്. കാരണം ഈ സ്പിരിച്വൽ പ്രോട്ടോകോൾ വയലേറ്റ് ചെയ്ത ശൗലിനെ സംബന്ധിച്ചിടത്തോളം 2 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അവനെ ഉപേക്ഷിച്ച് കളഞ്ഞു. കാരണം ശൗലിനോട് സകലരെയും കൊല്ലാൻ പറഞ്ഞു, ഇൻക്ലൂഡിങ് അനിമൽസ്, മൃഗങ്ങളെ. എന്നാൽ അവൻ കുഞ്ഞുങ്ങളെ കൊന്നില്ല. നല്ല കാര്യമാണ് ചെയ്തത്. എന്നാൽ ദൈവത്തെ അനുസരിച്ചില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ ദാവീദിനെ ദൈവം ഉയർത്തി. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് പ്രോട്ടോകോൾ. സംഖ്യാപുസ്തകം 17
70 എൽഡേഴ്സ്, 70 സീനിയേഴ്സ്, നിൻ്റെ ആത്മാവിൻ്റെ കുറേ ഭാഗം ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് പറയും. നിങ്ങളത് വായിച്ചു നോക്കുക. ദൈവം മോശയോടാണ് സംസാരിച്ചത്. ദൈവം തൻ്റെ ആത്മാവിനെ 70 പേർക്ക് കൊടുത്തില്ല. മോശയുടെ ആത്മാവിൻ്റെ ഭാഗം, മോശയുടെ ആത്മാവിൻ്റെ ഭാഗം കാരണം എന്താണ്? അത് ഒരു സ്പിരിച്വൽ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാണ്. കാരണം ഗോഡ് ഡസ് നോട്ട് വയലേറ്റ് ഇറ്റ്. ദൈവത്തിനൊരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനെ കൊടുത്തിരിക്കുന്ന മോശയ്ക്കാണ്. അത് മോശയുടെ ആത്മാവിൽ നിന്നാണ് അവിടെ കൊടുക്കുന്ന 70 പേർക്ക് കൊടുത്തിരിക്കുന്നത്. ദൈവം തൻ്റെ ആത്മാവിനെ കൊടുത്തില്ല. അതൊരു വയലേഷൻ അല്ല. അത് കൊടുക്കാത്ത കാര്യം അതൊരു സ്പിരിച്വൽ പ്രോട്ടോക്കോളിൻ്റെ വയലേഷനാണ്. ദൈവം അവിടെ മോശയോടാണ് സംസാരിക്കുന്നത്. 70 ലീഡേഴ്സിനോടല്ല പറഞ്ഞത്. ഓൺലി 1 ലീഡർ, ബട്ട് ദ റെസ്പോൺസിബിലിറ്റി ഈസ് ഡെലിഗേറ്റഡ്. നോട്ട് 70 ലീഡേഴ്സ്. 70 ലീഡറല്ല, ഒറ്റ ലീഡറേ ഉള്ളൂ, മോശ. അതാണ് സ്പിരിച്വൽ പ്രോട്ടോക്കോൾ വയലേറ്റ് ചെയ്യാതിരിക്കുന്ന കാര്യം. വീണ്ടും സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലെ അഹരോൻ, മിറിയം. അഹരോൻ ഒരു പ്രൊഫറ്റാണ്, മിറിയം ഒരു പ്രൊഫറ്റസ് ആൻഡ് ലീഡർ ഓഫ് വർഷിപ്പ്. അവർ മോശയ്ക്കെതിരായി സംസാരിച്ചു. കാരണം അവർ ഒരു എത്യോപ്യ സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞത് മോശയ്ക്കെതിരായിട്ട് സംസാരിച്ചു. ദൈവം നേരിട്ടിറങ്ങി. ഗോഡ് ലെഫ്റ്റ് ഹെവൻ, നേരിട്ട് താഴെ ഇറങ്ങി. എന്തിനാണ്? സ്പിരിച്വൽ പ്രോട്ടോക്കോൾ ലംഘിച്ച് മോശയ്ക്കെതിരായി സംസാരിക്കുന്നത്. ഡോണ്ട് സ്പീക്ക് അഗൻസ്റ്റ് ഗോഡ് സെർവൻറ്റ്. നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളാനായിട്ട് എബ്രായർ 13:7 പറയുന്നു. ഡോണ്ട് അണ്ടർമൈൻ ഓർ ടേക്ക് ഗ്രാൻറ്റഡ് ദോസ് ദറ്റ് ഗോഡ് ഹാസ് പുട്ട് യു ചാർജ് ഓഫ് യു. ദൈവം നിങ്ങൾക്ക് ഉത്തരവാദിത്തത്തിൽ ഇട്ടിരിക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ അവർക്കെതിരായിട്ട് സംസാരിക്കും. ഞാൻ ബൈബിളിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. ദൈവം ചില കൽപ്പനകളെ, ചില നിയമങ്ങളെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോഴേ അതിന് തീർച്ചയായും അത് നമ്മുടെ ലൈഫിലെ ആ സക്സസ്സിനെ, മുമ്പോട്ടുള്ള പ്രയാണത്തെ തടയുന്നൊരു ലിമിറ്റേഷനാണ്. അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അതുകൊണ്ട് സ്പിരിച്വൽ പ്രോട്ടോക്കോള് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വയലേറ്റ് ചെയ്യരുത്. ദൈവം തന്നിരിക്കുന്ന പ്രോട്ടോക്കോൾ നമ്മൾ അനുസരിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ സാഹചര്യങ്ങളെ നീ മാറ്റിത്താ. സാഹചര്യങ്ങളല്ല നമുക്ക് നടത്തേണ്ടത്, ദൈവമാണ് നടത്തേണ്ടത്. അത് ദൈവത്തോട് പറയാം, ദൈവമേ എൻ്റെ സാഹചര്യങ്ങളെ നീ ഒന്ന് മാറ്റിത്താ. ആ സ്പിരിച്വൽ പ്രോട്ടോക്കോൾ ഒരിക്കലും വയലേറ്റ് ചെയ്യുവാൻ കർത്താവെ നീ കൃപ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള തിരിച്ചറിവും ബുദ്ധിയും ഈ ദിവസങ്ങളിൽ നമുക്ക് വേണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിലെ ആത്മീയമായിട്ടുള്ള നിയമങ്ങളെ വയലേറ്റ് ചെയ്ത് ഞങ്ങളുടെ ജീവിതങ്ങളിലെ കർത്താവെ പരിമിതിപ്പെട്ടു പോകുന്നതിന് കാരണമായി തീരും എന്ന് ഞങ്ങൾ കേട്ടല്ലോ കർത്താവെ. അതുകൊണ്ട് നിന്നെ അനുസരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അനുസരണമാണ് സാക്രിഫൈസിനേക്കാളും പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് എപ്പോഴും നീ പറയുന്ന അനുസരിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ദൈവത്തോട് പറയുക, കർത്താവെ എനിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആ ലിമിറ്റേഷനിൽ കയറാൻ എനിക്ക് പറ്റും. എന്നാൽ ദൈവമേ അതനുസരിപ്പാനായിട്ട് എനിക്ക് കഴിവില്ലെങ്കിൽ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അതിനുള്ള കഴിവ് തരും, ദൈവം അതിനുള്ള സാഹചര്യങ്ങളെ മാറ്റിത്തരും. അതുകൊണ്ട് ഒരിക്കലും അനുസരിക്കാതെ ഇരിക്കരുത്. നമ്മൾ ദൈവത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുമോ? കർത്താവെ അനുസരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അനുസരണമാണ് ഏറ്റവും ആവശ്യം. അനുസരിക്കുമ്പോഴവിടെ അതോറിറ്റി വരികയാണ്. ഐ ഹാവ് ടു ഗെറ്റ് സക്സസ്. എൻ്റെ ജീവിതത്തിലെ അഭിവൃദ്ധി വരികയാണെന്ന് മനസ്സിലാക്കി ദൈവത്തെ എല്ലാ രീതിയിലും ദൈവം കാണിച്ചു തന്നിരിക്കുന്ന എല്ലാ നിയമങ്ങളും അനുസരിപ്പാൻ ഈ ദിവസം ഞങ്ങളെ സഹായിക്കുക ഇടവരുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ കർത്താവ് നിന്നെ അനുസരിക്കാതെ ഞങ്ങളുടെ ജീവിതങ്ങളെ ചോർന്നു പോയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചോർന്നു പോയിരിക്കുന്നെങ്കിൽ കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിങ്ങളിന്ന് തിരിച്ചു വരുമോ? ഞാൻ നിന്നെ അനുസരിച്ചോളാം, നിൻ്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിക്കപ്പെട്ട് നിൻ്റെ ഹിതമനുസരിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലൊന്ന് നിങ്ങൾ വിധേയപ്പെടുമോ? തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് വലിയ അതോറിറ്റി തരും. ഈ ദിവസങ്ങൾ ദൈവം പടിയായിട്ട് നിങ്ങൾ ആ സക്സസ്സിലേക്ക് കയറി ചെല്ലുന്നതായിട്ട് കാണാം. കർത്താവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. ഇത് തുടർമാനമായി വാച്ച് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. പ്രെയർ റിക്വസ്റ്റ് ഇടുക. വാട്സാപ്പ് നമ്പറിൽ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ വോയിസ് മെസ്സേജ് ഇടുകയോ ഒക്കെ ചെയ്യാം. ദയവായിട്ട് വിളിക്കുന്നവർ രാത്രി 10 മണിക്ക് ശേഷം വിളിക്കണമേ എന്ന് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.